പാലക്കാട് ആലത്തൂരിലെ കാവശ്ശേരി പാടൂർ സ്വദേശിയായ സുരേഷ് എന്ന സുരയ്ക്കെതിരെയാണ് ആലത്തൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പുറമ്പോക്ക് ഭൂമിയിലെ താൽക്കാലിക ഷെഡിൽ ഒറ്റയ്ക്ക് കഴിയുന്ന 65 വയസ്സുകാരിയാണ് പ്രതി ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. കാവശ്ശേരി പഞ്ചായത്തിലെ 2ാം വാർഡിലെ BJP ബൂത്ത് പ്രസിഡന്റാണ് പ്രതിയായ സുരേഷ്. ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇയാൾ ഇത്തരമൊരു ഹീനകൃത്യം ചെയ്തത് നാട്ടുകാർക്കിടയിൽ കടുത്ത രോക്ഷത്തിന് കാരണമായിട്ടുണ്ട്. ലൈംഗിക അതിക്രമം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പാടൂർ അങ്ങാടിയിൽ വെച്ച് പ്രതിയും മറ്റ് 3 സുഹൃത്തുക്കളും ചേർന്ന് പരസ്യമായി മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ഇവരുടെ ദൃശ്യങ്ങൾ പ്രദേശത്തെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്ന സുരേഷും സംഘവും അങ്ങാടിയിലെ DYFI സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ തകർക്കാനും തുനിഞ്ഞു. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ബോർഡുകൾ നശിപ്പിച്ച സംഭവത്തിനും പോലീസ് ഇവർക്കെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാടൂർ ഭാഗത്തെ പുറമ്പോക്കിൽ നിസ്സഹായി കഴിയുന്ന വയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് സുരേഷ് അതിക്രമം നടത്തിയത്. ഇവരുടെ നിലവിളി കേട്ട അയൽവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും പ്രതി സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് വയോധിക നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ IPCയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനങ്ങൾ താമസിക്കുന്ന ഇടത്ത് രാഷ്ട്രീയ നേതാക്കൾ ഇത്തരത്തിൽ ഗുണ്ടായിസം കാണിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവം വിവാദമായതോടെ സുരേഷ് പ്രദേശം വിട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. BJP നേതൃത്വം ഇയാളെ സംരക്ഷിക്കുകയാണെന്ന് LDF ആരോപിച്ചു. അതേസമയം പ്രതിക്കെതിരെ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് DYFI പ്രതിഷേധം പ്രകടനം നടത്തി. വയോധികയ്ക്ക് ആവശ്യമായ സുരക്ഷയും നിയമസഹായവും നൽകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലരാകുന്ന BJPയുടെ നേതാവ് തന്നെ ഒരു വയോധികയെ ആക്രമിച്ചത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പ്രതിയെ ഉടൻ പിടികൂടിയിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. മദ്യപാനവും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും അങ്ങാടിയിൽ പതിവാണെന്നും ഇതിനെതിരെ പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. വയോധികയുടെ മൊഴി മജിസ്ട്രേറ്റ് മുന്നിൽ രേഖപ്പെടുത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു.